ഒരു മുരിങ്ങയില കഥ സൊല്ലിട്ടുമാ. മുരിങ്ങയില എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്. അങ്ങനെ മുരിങ്ങയില എല്ലാം തീർന്നിരിക്കുമ്പോഴാണ് അങ്ങ് ആകാശത്ത് കുറച്ച് വളർന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നാൽ അത് പറിച്ചേക്കാന്ന് ഞാനും വെച്ചു. തോട്ടി കൊണ്ട് എത്തിപ്പിടിക്കാമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ തോട്ടി പിടിച്ചപ്പോഴത്തേനും മുരിങ്ങ അങ്ങ് താഴെ ഭൂമിയിലെത്തി കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, കിട്ടിയതങ്ങ് പറഞ്ഞും പറിച്ചു. പറമ്പിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് കയറി വരുന്ന ടൈമിൽ നിലത്ത് കുറച്ച് അരിനെല്ലിക്ക കിടപ്പുണ്ടായിരുന്നു. ഞാനതെല്ലാം കയ്യിലോട്ട് പിറക്കി എടുത്തു കേട്ടോ. പിന്നെ ഞാൻ മുരിങ്ങയിലയൊക്കെ നന്നായിട്ട് എൻ്റെ കേടുപാടുകളൊക്കെ നോക്കി. പിന്നെ ഇച്ചിരി ഉപ്പ് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചു കേട്ടോ. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള സവാളയും തേങ്ങയും മുളകും ഒക്കെ ഞാൻ എടുത്തു. പിന്നെ കുറച്ച് ഉപ്പും കുരുമുളകും കൂടി അതിൻ്റെ കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഇച്ചിരി മഞ്ഞളും കൂടി ഇട്ടു. അതിനുശേഷം ഞാൻ എടുത്ത് വെച്ചേക്കുന്നതിൻ്റെ അകത്തോട്ട് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ആയതിനു ശേഷം ഞാനൊരു പാനെ വെച്ച് അത് ചൂടാക്കി. ഞാൻ അത്യാവശ്യം നന്നായിട്ട് അത് വേവിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വേഗം ഇഷ്ടമല്ല, പക്ഷേ എൻ്റെ കുഞ്ഞിനതാണ് ഇഷ്ടം. സോ ഞാൻ അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് അത് വേവിച്ചെടുത്തൊരു പ്ലേറ്റിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ നമുക്കിത് കഴിച്ചു നോക്കിയാലോ. നല്ല അടിപൊളി സാധനം കേട്ടോ. ഞാനിത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കഴിക്കുന്നത്. എനിക്ക് വിശപ്പൊന്നും തോന്നിക്കഴിഞ്ഞാൽ ഞാൻ 2-3 മുട്ട എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ഒരു ബൗളിൽ നിറച്ച് കൊടുക്കും, ഇരുന്നങ്ങ് കഴിക്കും. സാധാരണ ഞാൻ ഇതിൻ്റെ കൂടെ ക്യാരറ്റും ചേർക്കാറുണ്ട്, പക്ഷേ ഇന്ന് ക്യാരറ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ സവാളയും മുട്ടയും നമ്മുടെ മുരിങ്ങയിലയും വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ.